ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എജു കഫേ ലേണിങ്സ്. അപ്പോൾ നമുക്കിന്ന് കലണ്ടർ മാത്താണ് എടുക്കാൻ പോകുന്നത്. USS എക്സാമിന് എന്ന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് കലണ്ടർ മാത്തിൽ നിന്ന്. ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടുഡേ ഈസ് January 20, മൺഡേ. ഇൻ വിച്ച് ഡേ വാസ് June 1 എന്നാണ് വെച്ചിരിക്കുന്നത്. 2025 കേസിലാണ് എടുക്കാം. ഇപ്പോൾ ജനുവരി 31 ആകണമെങ്കിൽ 11 ദിവസം കൂടി വേണം. പിന്നെ ഫെബ്രുവരിയിൽ 28 ദിവസം, മാർച്ചിൽ 31, മെയ്യിൽ 30, പിന്നെ മാർച്ചിൽ 31, ഏപ്രിലിൽ 30, മെയ്യിൽ 31, പിന്നെ ജൂണിൽ 1, അതായത് ജൂൺ 1 അല്ലേ. പിന്നെ നമുക്ക് ഇതൊക്കെ കൂട്ടി നോക്കാം. 8, 2, 10, 11, 11, 1 അവിടെ, പിന്നെ 1, 2, 4, 7, 10, 13, 131 ആൻസർ കിട്ടി. നമുക്ക് ഈ 131-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ഞാൻ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഞാൻ മനക്കണക്കിൽ ചെയ്യാണ്. 3, 4, 11, 2. അപ്പോൾ നമുക്ക് ശിഷ്ടം 3 കിട്ടും. ഇപ്പോൾ ഇവിടെ ജനുവരി 20 എന്ന് പറയുന്നത് മൺഡേ എന്നാണ്. മൺഡേക്കടെ 3 കൂട്ടുക. അപ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് 1990 ഈസ് എ ലീപ്പ് ഇയർ. ഇതൊരു അതിവർഷമാണോ എന്ന് അയച്ചിരിക്കുന്നത്. 1990 ഒരു അതിവർഷമാണോ എന്ന് അയച്ചിരിക്കുന്നത്. അതിവർഷമാണോ കണ്ടുപിടിച്ചാൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മൊത്തം ഡിവൈഡായി പോവുകയാണെങ്കിൽ അതൊരു അതിവർഷമാണ്, അല്ലെങ്കിൽ അതിവർഷമല്ല എന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 19-ൽ 4, 4 8, 4, 4, 16, ശിഷ്ടം 3, 39-ൽ എത്ര 4, 9, 4, 36 വരും. ബാക്കി 3, 30, 30-ൽ 7, 28. ശിഷ്ടം നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോ. ഇനി വിച്ച് ഇയർ ആഫ്റ്റർ 2024 വിൽ ഹാവ് ദ സെയിം കലണ്ടർ ആസ് 2024? 2024 ശേഷം ഏത് വർഷമാണ് 2024 അതേ കലണ്ടർ വരുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ 28 കൊല്ലം കഴിഞ്ഞാലാണ് കലണ്ടർ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കാം. 2000 നമുക്ക് വർക്ക് സ്പേസിൽ എഴുതി നോക്കാം. 2024 + 28 ചെയ്യുക. 4 8 12, 5. 2052-ലായിരിക്കും അടുത്ത 2024 അതേ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഹാവ് 29 ഡേയ്സ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ 24 ദിവസം വരുന്നത് ഇതിലേത് ഇതാണ് എന്നാണ് നോക്കേണ്ടത്. ഇപ്പം നമുക്ക് ഓരോന്നെടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2050 ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 കൊണ്ട് 4. നമുക്ക് ഈ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ ഇത് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ, അതുപോലെ എങ്ങനെ നോക്കിയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ അവസാനം എടുത്തൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അവസാനം 50/4 ചെയ്യുക. 4 ഇതൊരു ലീപ്പ് ഇയർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് അടുത്തത് 2060 അപ്പോൾ 60 കൊണ്ട് ചെയ്ത് നോക്കാം.
2060 ഒരു ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആൻസർ കിട്ടിയതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഐ തിങ്ക് 2080 കൂടിയും ലീപ്പ് ഇയർ ആകാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. സോറി 28. അപ്പോൾ നമുക്ക് 2070 ലീപ്പ് ഇയർ അല്ല മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊന്ന് മായ്ച്ചാം. ഇനി 2080 ഇത് ചിലപ്പോൾ ലീപ്പ് ഇയർ ആകാൻ ചാൻസ് ഉണ്ട്. 2080 ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ട്. അപ്പോൾ ഇത് നാട്ട് ക്വസ്റ്റ്യനാണ്, ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ 2 ആൻസർ വരികയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് 1 മാർക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ വരൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്കടിയിൽ കമൻറ്റ് ചെയ്താൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.